ഏതാണ്ട് 2 മാസം മുമ്പ് ഇറാനിൽ യുദ്ധം നടക്കുന്ന ഇറാനാണ് ആര് ഇടപെടുന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇറാനിൽ ഏതാണ്ട് 2 ദിവസം കൊണ്ട് 40,000 പേരെയാണ് ഒരു ഭരണകൂടത്തിൽ ജീവിച്ചു. നമ്മുടെ പത്രങ്ങളിലൊന്നും വാർത്ത പോലുമായില്ല. കാരണം അതിനത്ര എന്തോ മതപരമായ പ്രാധാന്യമില്ലാത്ത പോലെയൊക്കെ ആളുകൾ ധരിച്ചുകൊണ്ടായിരിക്കും. അത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്ന ഭരണകൂടം ഇന്നും നിലവിലുണ്ടാണ്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കംബോഡിയ എന്ന രാജ്യത്ത് ഏതാനും വർഷം കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഗറില്ലകൾ അധികാരത്തിലിരുന്നു. ഖമർ റൂഷ് ഗറില്ലകൾ എന്ന് പറയുന്ന ഗറില്ലകൾ അധികാരത്തിലിരുന്നു. അവരേതാണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ 30 ലക്ഷം ആൾക്കാരെ ചുമ്മാ കൊണ്ടു നിർത്തുക. 30 ലക്ഷം ആളുകളെ വളരെ നിസ്സാരമായിട്ട്, ഏതാണ്ട് ജനസംഖ്യയുടെ തന്നെ 20% ഏതാണ്ട് മനുഷ്യരുണ്ടായിരുന്നു. അവരെ കൊണ്ടു നിർത്തുക നിസ്സാരമായിട്ട്. അവര് ലോകം ആദ്യം പോലും തുടങ്ങാൻ തീരുമാനിക്കുന്നു. സമയം 0-ൽ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. എല്ലാത്തിനെയും നിരോധിക്കുന്നതിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും നിരോധിച്ചു. ആരാധനാലയങ്ങള്, ജീവിതം തന്നെ നിരോധിച്ചു. കുട്ടികളും അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കാൻ നിരോധിച്ചു. ആളുകളെ എല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പ് ജയിലിലോട്ട് കൊണ്ടുപോയി. ഇത് ലോകമെന്ന് സംഭവിക്കുന്ന കാര്യമാണ്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബ്രിട്ടാനസ്രോ മറ്റോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആധുനിക കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഭരണകൂടത്തെ മറച്ചിടാനൊക്കെ മനുഷ്യർക്ക് വളരെ എളുപ്പമായിരുന്നു. അത് ആയുധശക്തിയൊക്കെ ഭരണകൂടത്തിന് വളരെ കുറവാണ്. ഇന്നങ്ങനെയല്ല, ആറ്റവും വലിയ സന്നാഹങ്ങളും ഉള്ള ഏകാധിപത്യ ഭരണകൂടത്തെ മറിച്ചിടാൻ വളരെ പാടാണ്. ആ മറിച്ചിട്ടതിന്റെ കഥ ജനങ്ങളല്ല മറിച്ചിട്ടത്, അയൽ രാജ്യത്ത് നിന്ന് വന്ന വിയറ്റ്നാം പട്ടാളക്കാരാണ് മറിച്ചിട്ടത്. കാരണം സ്വന്തമായിട്ട് ഒരു ജനതയ്ക്ക് മറിച്ചിടാൻ പറ്റില്ല അത്രയും വലിയൊരു ഭരണകൂടത്തെ, അത്രയും സായുധശക്തി, അത്രയും ക്രൂരന്മാരായ ഭരണകൂടത്തെ